കഴിഞ്ഞ ദിവസമാണ് EVM വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. EVM വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയുടെ പാർട്ടി JKNC രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഒമർ അബ്ദുള്ളയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത് TMCയുടെ MP ആയിരുന്നു. TMCയുടെ MP ആയിട്ടുള്ള അഭിഷേക് ബാനർജി ഒമർ അബ്ദുള്ളയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിക്കൊണ്ട് പറഞ്ഞത്, എന്തെങ്കിലും നിങ്ങൾക്ക് EVMൽ തോന്നുകയാണെങ്കിൽ തെളിവ് സഹിതം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിങ്ങൾ പൊയ്ക്കൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിൻ്റെ ഡെമോ നിങ്ങൾക്ക് അവിടെ കാണിച്ചുകൂടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നാലും ഇന്ത്യ മുന്നണിയിലെ ഈ സഖ്യകക്ഷികളുടെ എല്ലാം വിള്ളൽ മുതലെടുക്കാൻ ഒരുങ്ങുകയാണ് BJP എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിൽ യാതൊരുവിധ വിലയുമില്ല എന്ന കൃത്യമായ ധാരണ BJPക്ക് ഉണ്ട്. TMC അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അധ്യക്ഷയായിട്ടുള്ള മമതാ ബാനർജിക്ക് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ നയിക്കാനുള്ള കാര്യപ്രാപ്തിയുണ്ട് എന്ന് പറയുന്നതിലൂടെ മല്ലികാർജുൻ ഖാർഗെയെ ചവിട്ടി പുറത്താക്കാനുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. രാഹുൽ ഗാന്ധിയെയും ഉന്നം വയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനിടയിലാണ് ഈ EVMന്റെ തർക്കം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ കുറച്ചുകൂടെ ഗഹനമായി പരിശോധിച്ചാൽ ജമ്മു കശ്മീരിൽ BJPയും JKNCയും തമ്മിലുള്ള ഒരു അന്തർധാര നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോഴിതാ പാർട്ടികളിൽ അതായത് ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷികൾ പരസ്പരം തുറന്ന പോരിലേക്ക് വന്നിരിക്കുകയാണ്. ഇതേ ചൊല്ലി നമുക്ക് ഈ കാര്യം കുറച്ച് വ്യക്തമായി പരിശോധിക്കാം. അതായത് നാഷണൽ കോൺഫറൻസ് പാർട്ടിയും PDPയും ഇവർ രണ്ടുപേരുമായും BJP ജമ്മു കശ്മീർ ഭരിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീർ ഇവർ രണ്ടുപേരും BJPയുടെ സഖ്യകക്ഷികളുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ ശരിവയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ കേട്ട് കഴിഞ്ഞാൽ ഒമർ അബ്ദുള്ള BJPയുടെ ഒരു B ടീമായല്ലേ ജമ്മു കശ്മീരിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇന്ത്യ മുന്നണിക്ക് തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടാനായി യാതൊന്നും ഇല്ല. ഒമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് അതായത് ജമ്മു കശ്മീർ ഇലക്ഷന് മുമ്പ് 370 പുനഃസ്ഥാപിക്കും എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു. കശ്മീരിനെ സ്വതന്ത്രമാക്കും എന്നിങ്ങനെയുള്ള വലിയ വാദങ്ങൾ ഒമർ അബ്ദുള്ള പറഞ്ഞിരുന്നു. ഈ മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കോൺഗ്രസ് ഒമർ അബ്ദുള്ളയ്ക്ക് കട്ടയ്ക്ക് പിന്തുണ കൊടുത്ത് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞ ശേഷം അദ്ദേഹം തൻ്റെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തിരുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിച്ചത്. BJPക്ക് വിധേയപ്പെടുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിന് വിധേയപ്പെടുന്ന നിലപാടുകൾ അദ്ദേഹം എടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞത് 370 നല്ല കാര്യമാണ്, കേന്ദ്രം കശ്മീർ വികസിപ്പിക്കുകയാണ്, നരേന്ദ്രമോദി സർക്കാരിനെ പോലെ കശ്മീർ വികസിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നത്തെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ തന്നെ കോൺഗ്രസ് അപകടം മണത്തതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ഫറൂഖ് അബ്ദുള്ള. ഈ ഫറൂഖ് അബ്ദുള്ള എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആരാധകനും BJP വിരോധിയുമാണ് എന്നിരിക്കെ കോൺഗ്രസ് ഞെട്ടിയത് അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ കേട്ടിട്ടാണ്. അതായത് പാകിസ്ഥാനെ നിശിതമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. തീവ്രവാദത്തെ അടിച്ചമർത്താൻ നരേന്ദ്രമോദി സർക്കാർ രംഗത്തിറങ്ങണം എന്നാണ് അവിടെ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത്. ഇതോടുകൂടി കോൺഗ്രസിന് മനസ്സിലായി ജമ്മു കശ്മീരിലെ ആ ഒരു മുന്നണിയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ വിലയും കിട്ടാൻ പോകുന്നില്ല. കാരണം അമിത്ഷാ നയിക്കുന്ന ഒരു B ടീമാണ് ഇപ്പോൾ ജമ്മു കശ്മീരിൽ അധികാരത്തിലേറിയിരിക്കുന്നത് എന്ന് കോൺഗ്രസിന് കൃത്യവും വ്യക്തവുമായി ആ സമയത്ത് മനസ്സിലായതാണ്. എന്തു തന്നെയായിരുന്നാലും സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് പുല്ലുവിലയാണ് ഒമർ അബ്ദുള്ള കൊടുത്തത്. ഇനി ഒമർ അബ്ദുള്ളയ്ക്ക് അവിടെ 42 സീറ്റുകളാണുള്ളത്. അതായത് ജമ്മു കശ്മീരിൽ 42 JKNC ജമ്മു കശ്മീർ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് അവിടെ 42 സീറ്റുകളാണുള്ളത്. മുഴുവനായി 95 അംഗ MLA-മാരാണ്, മന്ത്രിസഭയാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ നിയമസഭയാണ് അവിടെ ഉള്ളത്. ഈ 95-ൽ 5 എണ്ണം നോമിനേറ്റഡ് ആണ്. അത് കേന്ദ്രത്തിന്റെ നോമിനികളാണ്. സ്വാഭാവികമായും 90 പേരാണ് അപ്പോൾ നിലവിൽ അവിടെ ഇലക്ഷനിലൂടെ വരുന്നത്. ഈ 90 പേരിൽ 42 സീറ്റ് JKNCക്ക് ഉണ്ട്. രവീന്ദ്ര റെയ്നെ നയിക്കുന്ന BJPക്ക് അവിടെ 29 സീറ്റുകളുണ്ട്. തൈഖ് ഹമീദ് ഖറ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വെറും 6 സീറ്റുകളാണുള്ളത്. പിന്നെ PDPക്ക് ബാക്കി 3 സീറ്റുകൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇനിയിപ്പോൾ BJPയുടെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി പിളർന്നാലും, അതായത് ഒമർ അബ്ദുള്ളയ്ക്ക് കേവല ഭൂരിപക്ഷം നൽകാതെ കോൺഗ്രസ് കാലുവാരിയാലും BJP ഈ 29 സീറ്റുകളുമായി സുന്ദരമായി ഒമർ അബ്ദുള്ളയ്ക്ക് പിന്തുണ കൊടുക്കും. ഒമർ അബ്ദുള്ളയുമായി ചേർന്ന് BJP സുന്ദരമായി കശ്മീർ ഭരിക്കും എന്ന ഒരു അന്തർധാര BJP
പിക്കുള്ളിൽ നടക്കുകയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്ലെങ്കിലും നേരത്തെ തന്നെ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നേരത്തെ ബി ജെ പി ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒമർ അബ്ദുള്ളയുമായി ചേർന്ന് ഭരിച്ച ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ കേന്ദ്രം ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ പല ആൾക്കാരും ആശങ്ക പ്രകടിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. അതായത് ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള വന്നാൽ കാശ്മീരിനെ തകർത്ത് കളയുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ആ സമയവും അമിത്ഷായുടെ ഒരു മാസ്റ്റർ ബുദ്ധി അവിടെ പ്രവർത്തിച്ചു. അതായത് ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ, ജമ്മു കാശ്മീരിലെ ഒമർ അബ്ദുള്ള സർക്കാർ എന്ന് പറയുന്നത് വെറും ഒരു പാവ സർക്കാരാണ്. അവരെന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം അവിടെ നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു പവർ ഇപ്പോഴും കേന്ദ്ര ഹോം മിനിസ്ട്രി, അതായത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിൽ തന്നെയാണ്. അത് അമിത്ഷായുടെ കയ്യിൽ തന്നെയാണ്. അവിടുത്തെ പോലീസ് പോലും അമിത്ഷായുടെ കൺട്രോളിലാണ്. അങ്ങനെ ഇരിക്കെ ഒമർ അബ്ദുള്ളയ്ക്കും ഇതൊരു ലോട്ടറിയായി തന്നെ കണക്കാക്കാൻ സാധിക്കും. കാരണം ബി ജെ പി കൂടെ സഖ്യകക്ഷിയായി വരികയാണെങ്കിൽ അമിത്ഷായുടെ ജോലിഭാരം കുറയും. അമിത്ഷായ്ക്ക് ജമ്മു കാശ്മീരിനെ തന്റെ തോളിൽ നിന്ന് താഴെ ഇറക്കി വെക്കാം. കാരണം അവിടെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നിലവിൽ ഈ EVM-ന്റെ പ്രശ്നം വന്നപ്പോൾ വലിയ രീതിയിൽ അത് മുതലെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ ഒമർ അബ്ദുള്ളയെ തുറന്ന് വിമർശിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് ഒമർ അബ്ദുള്ളയെ തുറന്ന് വിമർശിക്കുന്നതാണ് ഈ വാർത്തയിലെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. ഒമർ അബ്ദുള്ളയെ കുറിച്ച് കോൺഗ്രസ് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇയാളുടെ സ്വഭാവം മാറിപ്പോയി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ എത്ര റാലികൾ നടത്തി, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾ EVM ടാമ്പറിംഗ് എന്നൊക്കെ കഷ്ടപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് അതിനെ ഇങ്ങനെ തകർത്ത് കളയുന്നത് വേദനാജനകമാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അധികാര മാറ്റത്തിന് ശേഷം പാർട്ടി നിങ്ങൾ മാറുകയാണ് എന്നും കോൺഗ്രസ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇത് വലിയൊരു വാർത്ത തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ഉപദേഷ്ടാവിനെ നോക്കൂ, നിങ്ങളുടെ ഉപദേഷ്ടാവ് പോലും നിങ്ങളെ തള്ളിപ്പറയുകയാണ് എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ ഞങ്ങളോട് പെരുമാറുന്നത് എന്നും കൃത്യമായി ഒമർ അബ്ദുള്ളയോട് കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, വസ്തുതകൾ ഒന്ന് പഠിക്കൂ എന്നിങ്ങനെയുള്ള ഒരു മുട്ടിലിഴയുന്ന ഒരു സ്വഭാവത്തിലാണ് കോൺഗ്രസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരും കൂടെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് രാജ്യത്ത് എന്ത് വിലയായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.